ഭയങ്കര വിഷമമാണ് പോയിട്ട് കുഞ്ഞ് ഞാനുൾപ്പെടെ അവനെ കണ്ടപ്പോഴാണ് ഇപ്പൊ ഒരു സന്തോഷം. ഇപ്പോൾ ഇതിനു മുമ്പ് വളരെ ദുഃഖകരമായ ഒരു കാര്യം ഇവിടെ സംഭവിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത് ഈ സ്റ്റോറി എടുക്കുന്നത്. ആ കാരണം എന്താണെന്നാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ആൾക്കാർ വന്ന് ബലമായിട്ട് പിടിച്ചെടുത്തോണ്ട് പോകുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കുന്നത് എന്തിനാണ് പിടിച്ചോണ്ട് പോകുന്നത്? അതുണ്ടോ? അത് തിരിച്ച് എവിടെ കൊണ്ടുവിട്ടാന്ന് പോലും അറിയില്ലല്ലേ? ഒരു പേടിയില്ലായിരുന്നു. തിരിച്ചാള് വന്നു, തിരിച്ചിവിടെ രാവിലെ വന്നു. ഭയങ്കര വിഷമമായി അതിനെ കാണാണ്ടായപ്പോ ദിവസേനെ കാണണല്ലേ. ഞങ്ങള് പള്ളിയിൽ പോകുമ്പോ ഞങ്ങളെ കൊണ്ട് പള്ളിയിലാക്കി തരും. ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടെ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ റോട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. UKG പഠിക്കുന്ന ആളെ പോലും കൂടെ വിടുന്നത് ഈ മോനാണ്. ബ്ലാക്കിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കണം. അവനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ബ്ലാക്കിയെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. വളരെ വേദനയുള്ള, അതിനാൽ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കഥയാണ്. എന്തായിരുന്നു ബ്ലാക്കിയുടെ സ്റ്റോറി? ബ്ലാക്കിയുടെ സ്റ്റോറി ഞാൻ കേട്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ ചുമ്മാ നടക്കുന്ന പട്ടിയാണ്. ഭയങ്കര കെയറിങ്, ഭയങ്കര സ്നേഹം. നമ്മൾ എവിടെ പോയാലും നമ്മുടെ പുറകെ വരും. ഓക്കെ, പുറകെ വന്നിട്ട് തിരിച്ചു കൊണ്ടും. ഇവിടെ നാട്ടിലെന്തും അത്യാവശ്യം കെയറിങ് ഇതൊക്കെയാണ്. ഈ എൻ്റെ പട്ടിയെ വരെ വളർത്തിയത് അതാണ്. അപ്പം അവൻ അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റേ ഒരു ചേട്ടനുണ്ട് പ്രദീപ് എന്ന് പറഞ്ഞാൽ, പുള്ളി ഓട്ടോ ഓടിക്കുന്നതാണ്. പുള്ളിയാണ് ഇതിന് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വന്നിട്ട് പഞ്ചായത്തുകളുടെ ആൾക്കാർ വന്ന് ബലമായിട്ട് പിടിച്ച് എടുത്തുകൊണ്ട് പോകും. അത് പുള്ളി ഇല്ലാത്ത സമയത്ത് പിള്ളേർ മാത്രമുള്ളതാണ് ഇവിടെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കുന്നത് എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. നേരത്തെ തന്നെ എൻക്വയറി വന്നിട്ടുണ്ട്, ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ എനിക്കൊന്ന് ആരും ഇവിടെ പോയിട്ട് പട്ടിയെ ഇടിച്ചു വണ്ടി കൊണ്ട്. അപ്പോൾ ആ വണ്ടി കൊണ്ട് വരുമ്പം പട്ടി കുരയ്ക്കും. അപ്പോൾ അതിന് പുറകെ അത് കഴിഞ്ഞിട്ട് ഇവർ ഇതിന് പട്ടി ക്രിമിനലാണെന്ന് കാണിക്കാൻ വേണ്ടി പുറകെ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും പട്ടി വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി? അയ്യോ ആണോന്നോ, ഞാൻ രാവിലെ ഇവിടെയാണ് വന്നത് കയറിയത്. രാവിലെ ഫുഡ് പാൽ മേടിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കണ്ടത്, പട്ടിയെ കണ്ടാവും. അത് ഭയങ്കര സന്തോഷമായി. അറിഞ്ഞുകൊണ്ടേ നാട്ടുകാരെല്ലാം വന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, എടുത്ത് കാണിക്കാം. എല്ലാം വന്നാൽ വെള്ളം കൊടുക്കുന്നു, ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുന്നു, ഇത് മേടിച്ച് കൊടുക്കുന്നു. നിങ്ങളുമായിട്ട് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ബ്ലാക്കി അത്രത്തോളം ആത്മബന്ധമുണ്ട് കേട്ടോ. അതാണ് ആ ഒരു, എനിക്ക് തോന്നുന്നു അത് തിരിച്ച് എവിടെ കൊണ്ടുവിട്ടാന്ന് പോലും അറിയില്ലല്ലേ? ഒരു പേടിയില്ലായിരുന്നു. തിരിച്ചാള് വന്നു, തിരിച്ചിവിടെ രാവിലെ വന്നേ. നമ്മുടെ കൂട്ടത്തിൽ, എൻ്റെ കൂട്ടത്തിൽ 10 കിലോമീറ്റർ സീപോർട്ട് എയർപോർട്ട് റോഡിലൊക്കെ വരെ വന്നിട്ടുണ്ട്. എൻ്റെ വണ്ടിയെ ഫോളോ ചെയ്ത് വരും. അപ്പം ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര അതിൻ്റെ സ്നേഹം അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആൾക്കാർ നിൽക്കത്തില്ല. ഒരിക്കലും നിൽക്കില്ല. കാരണം ഒരു നാട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പട്ടിക്ക് വേണ്ടി നിൽക്കുക, അത് തിരിച്ചു വരുമ്പോൾ ആ ഒരു സ്നേഹം അതിനോട് കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് കേട്ടോ. ഇവന് വേണ്ടി സംസാരിക്കാനാണ് ഈ ആളുകളൊക്കെ വന്നിരിക്കുന്നത്. ബാ ചോദിച്ചോ, നഷ്ടപ്പെട്ടു തോന്നിയപ്പോൾ സങ്കടം തോന്നി? പിന്നെ ഭയങ്കര വിഷമമായി അതിനെ കാണാണ്ടായപ്പോ ദിവസേനെ കാണണല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ഇത് എല്ലാവർക്കും വിഷമമായി, ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ. ബ്ലാക്കി നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട പട്ടിയാണ്? പ്രിയപ്പെട്ട പട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും നിങ്ങളുടെ സ്നേഹം കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവൻ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ഒരു ഇമോഷൻ എല്ലാം കാണാൻ പറ്റുന്നത്. അതെന്താ ഇത്രയും സ്നേഹം അവനോട്? അവനെല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ്. ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളെ കൊണ്ട് പള്ളിയിലാക്കി തരും, സെൻറ്റ് ജെയിംസ് പള്ളിയിൽ. അവിടെ ചെന്നതിന് ശേഷമാണ് അവൻ തിരിച്ചു പോകുന്നത്. ഭയങ്കര അനുസരണവും സ്നേഹവും ഒക്കെയുള്ള കുട്ടിയാണ്. പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു തോന്നിയപ്പോൾ സങ്കടം? ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടെ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. ചമ്മണി റോഡിൽ എല്ലാവർക്കും സന്തോഷമായി. പട്ടി തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ബ്ലാക്കി തിരിച്ചു വന്നിട്ടാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ചേച്ചിക്ക് എങ്ങനെയാ ബ്ലാക്കി? അയ്യോ, എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട വെച്ചാൽ, എനിക്ക് ഹസ്ബൻഡും ഇല്ലാത്ത സമയത്തൊക്കെ പുള്ളിക്കാരൻ കുഞ്ഞുങ്ങൾ ട്യൂഷനൊക്കെ പോകുമ്പോൾ മോനാണ് എല്ലാം വന്നത്. വേറെ പട്ടികളൊക്കെ വരുമ്പോൾ ഇവൻ കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ടൊന്ന് കെയർ ചെയ്യുക, അവരിൽ നിന്ന് പലപ്പോഴും രക്ഷിക്കാറുണ്ട്. സാധാരണ ഒരു നോർമൽ ഒരു പട്ടിയല്ല ഈ മോൻ. ഭയങ്കര വിഷമമാണ് പോയിട്ട് കുഞ്ഞ് ഞാനുൾപ്പെടെ. അവനെ കണ്ടപ്പോഴാണ് ഇപ്പൊ ഒരു സന്തോഷം. UKG പഠിക്കുന്ന ആളെ പോലും കൂടെ വിടുന്നത് ഈ മോനാണ്. ഇവനുണ്ടെങ്കിൽ ബ്ലാക്കിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കണം. അവനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. പക്ഷേ ഇതിപ്പം ഇങ്ങനെ ആ കുട്ടി വരുമ്പോൾ ബൈക്കിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ആ മോക്ക് ഒരു പരിഹാരം വേണം. ഈ ഇവനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യരുത്. അതിനെന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം. ബ്ലാക്കിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരു പട്ടിനെ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. പക്ഷെ അവനെ ഞാൻ ഞങ്ങൾ വെളുപ്പിന് പള്ളിയിൽ പോകുമ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ പുറത്ത് നിൽപ്പുണ്ടോ. അവൻ എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കും. അപ്പോൾ അവൻ്റെ തലക്കൊന്ന് തൊട്ട് തലോടി കഴിയുമ്പോൾ അവൻ മാറുള്ളൂ. അത്ര സ്നേഹമായിരുന്നു. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഒറ്റക്കാണ് ഇവിടെ. അപ്പോൾ അവൻ്റെ ഒരു ഇതൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ട്.
ശല്യമാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയൂലല്ലോ. ഇത് എല്ലാവർക്കും ഈ റോട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും അങ്ങനത്തെ ഒരു പട്ടിയായിരുന്നു. ഇത് ഇവിടെ ഒരു തമിഴന്മാർ വളർത്തിയിരുന്ന നായയാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണ് സ്ഥിരമായിട്ട് ഇത് കിടക്കുന്നത്. ഞങ്ങളെല്ലാവരുമാണ് ഇതിൽ ഭക്ഷണം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചെറുപ്പത്തിൽ അതിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെന്നല്ല, പിന്നെ ഇതുവരെ എടുത്തിട്ടില്ല. 3.5 വയസ്സോളമായി അവന് ഇപ്പം ഏകദേശം. അപ്പോൾ ഞാൻ അവിടെ ഒരു വീട്ടുകാരുണ്ട്, അവർ എന്നോടുള്ള വൈരാഗ്യം മൂലം എൻ്റെ പട്ടിയാണെന്നുള്ള ഇതിൽ സ്ഥിരം അവന് ആ പട്ടിനെ ഉപദ്രവിക്കും. ഈ പട്ടിനെ കല്ലുകൊണ്ട് എറിയുകയും വടി കൊണ്ട് അടിക്കുകയും വണ്ടി കൊണ്ട് ഇടിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ പട്ടി അവരെ മാത്രം കാണുമ്പോൾ കുരയ്ക്കുകയും ചെയ്തത്. അങ്ങനെ അവർ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് ഈ പട്ടിനെ പിടിച്ചുകൊണ്ട് പോയി. ഈ പട്ടി ഇന്ന് രാവിലെ തിരിച്ചു വന്നു. വെള്ളിയാഴ്ച പിടിച്ചിട്ടുള്ള പട്ടി ഇന്ന് രാവിലെ തിരിച്ചു വന്നു. ഇതാണ് സംഭവിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ചേട്ടന്റെ വീട്ടിൽ കയറി എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ് പിടിച്ചുകൊണ്ട് പോയത്. അതെ, അവനാണ് ഇവിടുത്തെ പ്രൊട്ടക്ഷൻ. ഇവിടെ എൻ്റെ അമ്മ വയ്യാതെ കിടക്കുന്നതാണ്. എൻ്റെ അമ്മയ്ക്കൊരു സെക്യൂരിറ്റിയാണ്. ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ സെക്യൂരിറ്റിയാണ് അവൻ. ഈ ചേച്ചിയുടെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് വരും, ട്യൂഷൻ കൊണ്ടുപോകുന്നത് ഒക്കെ ഇതാണ്. എൻ്റെ മക്കളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി ബസ് കയറ്റി വിട്ടിട്ട് അവൻ തിരിച്ചു വരുള്ളൂ. ഇതാണ് ഇവിടെ പ്രശ്നം. അവരാണ് മെയിനായിട്ട് ഈ പട്ടിനെ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം. സങ്കടം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. എൻ്റെ മക്കൾ 4 ദിവസം പനി പിടിച്ച് കിടക്കായിരുന്നു ഇത് പിടിച്ചിട്ട് പോയ സമയത്ത്. എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറിയേ പിടിയും. മക്കളുള്ള സമയത്താണ് പിടിക്കുന്നത്. അതുകൊണ്ട് മക്കളുടെ സിറ്റുവേഷൻ ഞാൻ ലുലു മാളിൽ നിൽക്കുമ്പോൾ ഇതിൽ സിറ്റുവേഷൻ കേട്ടിട്ട് എനിക്ക് അവിടെ ഇത് കരച്ചില്ല പറഞ്ഞത്. ഞാൻ ഓടിപ്പെടണേ ഇവിടെ വരണത്. ഇതാണ് സംഭവിച്ചത്. ബ്ലാക്കി ഈ നാട്ടുകാർക്ക് എത്രമാത്രം ജീവനാണെന്നുള്ളൊരു കാഴ്ചയായിട്ട് നേരിട്ട് നിങ്ങൾ കാണുന്നത്. അത്രയും സ്നേഹമാണ്. നഷ്ടപ്പെട്ടെന്ന് ഓർത്തപ്പോൾ അത്രയും കരഞ്ഞവരാട്ടോ എല്ലാവരും. അത് പ്രായവ്യത്യാസമൊന്നുമില്ല, എല്ലാവരും, പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും. എന്താ ബ്ലാക്കി പോയപ്പോൾ സങ്കടം തോന്നിയാ? ഭയങ്കര സങ്കടം തോന്നിയാ? ഇനി എന്താ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇവനെ പൊന്നുപോലെ നോക്കണം. വിഷയം എന്ന് വെച്ചാൽ അവർ ഈ അതിനെ ഉപദ്രവിച്ചുകൊണ്ടാണ് ആ പട്ടി അവരെ ഉപദ്രവിക്കാൻ പോകുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല അവൻ്റെ ഒരു ക്യാരക്ടർ എന്താണ്. ഒരു അഗ്രസീവായ ഡോഗ് അല്ല. ബുദ്ധിയുള്ളൊരു പട്ടിനെ ഇനി വേറെ കിട്ടില്ല. ഞാൻ പറയട്ടെ, എന്തോരം തെരുവ് പട്ടികൾ ഇതിലും ഉപദ്രവമായിട്ട് റോട്ടിൽ കൂടെ നടക്കുന്നു. എന്നിട്ട് പോലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ആരുടെ ഭാഗത്ത് ഒരു നീക്കുപോക്കും എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും ഒരു മിണ്ടാപ്രാണിയാണ്. എല്ലാവരോടും വളരെ സ്നേഹമുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹം കൊടുക്കുന്ന ഒരു ജീവിയും നാട്ടുകാരാണ് ഇവിടെ എല്ലാം. അപ്പോൾ ഇതിനെ സംരക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഒരു ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കിനെ വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ കുട്ടികളും മുതിർന്നവരും ആരും തയ്യാറല്ല. ബ്ലാക്കിയെ അത്ര സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്കിനെ വിട്ടുകൊടുക്കോ? വിട്ടുകൊടുക്കില്ല. ഈ ബ്ലാക്കിയെ സ്നേഹിക്കുന്നവരുടെ ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ ബ്ലാക്കിയെ വിട്ടുകൊടുക്കില്ല. ബ്ലാക്കി ഇവരുടെ കൂടെ എത്ര കാലം വരെ ഉണ്ടോ അത്ര കാലം വരെ ബ്ലാക്കിയെ സംരക്ഷിക്കുന്നതാണ് ഇവിടെ നാട്ടുകാരുടെ ഒരു ആഗ്രഹം. അത് സാധിക്കട്ടെ. അപ്പോൾ നന്ദി.